ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് വ്ളോഗ് ട്രിവാൻഡ്രത്തുള്ള പോത്തീസിലാണ് കേട്ടോ. പോത്തീസിൽ ബാക്ക് ടു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 20% തൊട്ട് അപ് ടു 50% വരെ ഓഫറിലാണ് ഓരോ സ്കൂൾ ഐറ്റംസും അവരിട്ടേക്കുന്നത്. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ വളരെ നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് പോത്തീസിൽ കിടക്കുന്നത്. ഈ കിടക്കുന്ന പൗച്ചൊക്കെ 190, 200, 270, 250 ആ റേഞ്ചിൽ പല 150 അങ്ങനെ പല റേഞ്ചിൽ കിടക്കുന്ന പൗച്ചാണ്. ശരിക്കും ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി വളരെ നല്ലതാണ് കേട്ടോ. ക്വാളിറ്റി വൈസ് മാത്രമല്ല, കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല കളർ കോമ്പിനേഷനുള്ള പൗച്ചാണ് കേട്ടോ. പിന്നെ ഈ ഒരു റേറ്റിൽ എല്ലാവർക്കും വാങ്ങിക്കാൻ അഫോർഡബിൾ ആയിരിക്കുമോ ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം കുട്ടികളാണ്, കൊച്ചു കുട്ടികൾക്ക് ഇത്രയും റേറ്റുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ അവർക്ക് 2 ദിവസത്തേക്കേ കാണത്തുള്ളൂ. അവർ അടുത്ത ദിവസം അതിൻ്റെ എല്ലാം ചീത്തയാക്കിക്കൊണ്ടൊക്കെ വരും. അപ്പോൾ സൂക്ഷിക്കാൻ അറിയാവുന്ന കുട്ടികൾ ഒക്കെ നല്ല റേറ്റുള്ളത് വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഐ തിങ്ക് അവരുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള റേറ്റ് അതിനുണ്ട് കേട്ടോ. കാരണം ആ റേറ്റിൽ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെറുതെ ചെറിയ എന്തെങ്കിലും പെട്ടെന്ന് നശിച്ചു പോകുന്ന ടൈപ്പ് സാധനത്തിന് ഇത്രയും റേറ്റിലിട്ടേക്കുന്നതല്ല. അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള റേറ്റും ആ പൗച്ചുകൾക്ക് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കുഞ്ഞുമക്കളൊക്കെ നിങ്ങളുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച സ്കൂൾ തുറക്കാൻ ഇനി 3 ആഴ്ചയേ ബാക്കിയുള്ളൂ. അപ്പം ഞാൻ ഈ കാണിക്കുന്ന ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം. നിങ്ങൾ വാങ്ങിച്ച സാധനങ്ങളും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലത്തെ ഇതിൽ കാണിക്കുന്ന എന്തെങ്കിലും ഐറ്റംസ് പോത്തീസിൽ വന്ന് വാങ്ങിച്ചിട്ടുണ്ടോ? നേരത്തെ രാമചന്ദ്രയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് നിങ്ങൾ സാധനം എടുത്തിട്ടുണ്ടോ എങ്കിൽ എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ഞാൻ ഇനിയും വേറൊരു സ്ഥലത്ത് പോയിട്ട് സ്മാർട്ട് ബസാറിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് കാണിച്ചു തരുന്നുണ്ട്. അത് എഡിറ്റിങ്ങിലാണ്, കാണിച്ചു തരാം. ഈ കാണുന്ന ബോക്സ് ഉണ്ടല്ലോ, ബോക്സ് വന്നേക്കുന്നത് ഇത് പോത്തീസിൻ്റെ തന്നെ ബ്രാൻഡാണെന്ന് ഗാർമെൻറ്റ്സിലാണ് അവർ കൊടുത്തേക്കുന്നത്. 175 റേഞ്ചിലാണ് ഈ ബോക്സ് വരുന്നത്. ക്വാളിറ്റി വൈസ് വളരെ നല്ലതാണ്. അത് മാത്രമല്ല അതിനകത്ത് മാഗ്നറ്റിക് സ്റ്റിക്കേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ടൈപ്പ് ബോക്സാണ് ഇവിടെ ഫുൾ കിടക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിലും 3rd ഫ്ലോറിലും 5th ഫ്ലോറിലായിട്ടാണ് ഈ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ സാധനങ്ങൾ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ ബോക്സ് ഉണ്ടല്ലോ, ഇത് 90 ആണ് ഇവിടെ റേറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അട്ടക്കുളങ്ങര രാമചന്ദ്രയുടെ വീഡിയോ ഞാൻ എടുത്തപ്പോൾ അവിടെ 50 റേഞ്ചിലാണ് സെയിം ബോക്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോളിതാ കുറച്ച് ബുക്സൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. നല്ല രസമുള്ള ബുക്സാണ്. കാരണം ഒരുവിധം മോൾക്ക് ബുക്സ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ബുക്സിൻ്റെയൊക്കെ റേറ്റ് 350 റേഞ്ചിലാണ് കിടക്കുന്നത്. ഇനി കുട്ടികൾക്ക് വേണ്ട വേറൊരു കാര്യമാണ്, എല്ലാവരും വാച്ച് ഇഷ്ടപ്പെടുന്ന കുട്ടികളാണല്ലേ. വാച്ചിൻ്റെ കാര്യം, പോത്തീസിലെ വാച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിലുള്ള വാച്ച് അഫോർഡബിൾ റേറ്റിലാണ് അവിടെ കിടക്കുന്നത്. ഈ പോത്തീസിലെ വാച്ച് ജസ്റ്റ് 215 രൂപയ്ക്കാണ് വാച്ചുകൾ കിടക്കുന്നത്. എന്തായാലും നമ്മൾ വെളിയിൽ പോയി വാച്ചുകൾ വാങ്ങിക്കുമ്പോൾ ഈ ഒരു റേഞ്ചൊക്കെ വരും. പക്ഷേ ഇത്രയും ക്വാളിറ്റി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയത്തില്ല, നിങ്ങൾ വാങ്ങിച്ച് നോക്കുക. പക്ഷേ പോത്തീസിൽ കിടക്കുന്ന ഈ ഒരു വാച്ച് ഈ വീഡിയോയിൽ കാണുമ്പോഴല്ല, കുറച്ചും കൂടെ നേരിട്ട് കാണാൻ ഭയങ്കര നല്ല ക്വാളിറ്റിയാണ്. അടിപൊളി ക്വാളിറ്റിയിലുള്ള വാച്ചുകളാണ് അവിടെ ഉള്ളത്. എന്തായാലും സ്കൂളിൽ പോകുന്ന കുട്ടികൾ വാച്ച് യൂസ് ചെയ്യാറുണ്ട്, മോൾ ഉൾപ്പെടെ യൂസ് ചെയ്യുന്നുണ്ട് വാച്ച്. അപ്പോൾ വാച്ച് ഇഷ്ടപ്പെടാത്ത കുട്ടികളില്ല അല്ലേ. അപ്പോൾ വാച്ചിൻ്റെ കളക്ഷൻസ് പറയുകയാണെങ്കിൽ ബോയ്സിനായിരുന്നാലും ഗേൾസിനായാലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെറൈറ്റി കളക്ഷൻസ് അവിടെയുണ്ട്. ഈ കാണുന്ന വാച്ച് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാനും പറ്റും, കറക്കാനും പറ്റും. അതുപോലെ ലൈറ്റ് കാണാനും പറ്റുന്ന ഒരു ടൈപ്പ് വാച്ചാണ്. അത് സ്പൈഡർമാനിൻ്റെ, ബോയ്സിന് സ്പൈഡർമാനും പിന്നെ സൂപ്പർമാൻ, അങ്ങനെ പല അവരുടെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ആ ടൈപ്പിലും വാച്ചുകളുണ്ട്. ഗേൾസിന് കിറ്റി, അതുപോലെ ബാർബി, ഇങ്ങനെ പല മോഡലിൽ ക്യാരക്ടർ ടൈപ്പ് വാച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് നോർമലായിട്ടുള്ള വാച്ചുകളുമുണ്ട്. സ്കൂളിലൊക്കെ ഒരു പക്ഷേ ലൈറ്റ് കത്തുന്ന വാച്ചുകളൊന്നും ചിലപ്പോൾ സമ്മതിക്കത്തില്ല പല സ്കൂളുകളും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ വരുമ്പോൾ വാച്ച് സെലക്ട് ചെയ്യുക. എനിക്ക് ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്, വളരെ ഭംഗിയുള്ള കളക്ഷൻസാണ്. പിന്നെയുള്ളത് സ്ലൈംസാണ്. സ്ലൈം ഡ്യുവൽ ഷെയ്ഡിലെ സ്ലൈം ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടില്ല. 2 ഷെയ്ഡിലെ സ്ലൈം ഞാൻ ജസ്റ്റ് 40 റുപ്പീസിന് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒറ്റ കളറല്ല, 2 കളർ മിക്സായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ അവിടെ കയറുമ്പോൾ നോക്കുക. പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ പോത്തീസിലെ ഡയറീസിൻ്റെ കളക്ഷൻസാണ്. ഡയറീസ് എഴുതുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവിടെ പോയി നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പോയി നോക്കേണ്ട ഒരു സെക്ഷനാണ് അവരുടെ ഡയറി സെക്ഷൻ. 150 തൊട്ട് 250 റേഞ്ച് വരെ ഡയറീസ് ഉണ്ട്.
ഭയങ്കര ഭംഗിയുള്ള യൂണിക്കോണിൻ്റെയും, ഈ കാണുന്നത് റാബിറ്റിൻ്റെ ആണ് കേട്ടോ. അതിൻ്റെ ചെവിയൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. എല്ലാം നല്ല ഫെദറായിട്ടുള്ള അവരുടെ രീതിയിലാണ് പുറം ഭാഗം വന്നിരിക്കുന്നത്. ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ്. ഡയറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ക്യൂട്ട്. ബാർബി, യൂണിക്കോൺ, അങ്ങനെ പല ടൈപ്പ് ഡയറീസ് അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെ റേറ്റ് എനിക്ക് അഫോർഡബിൾ ആണെന്ന് തോന്നി. ഇതിലും വില കുറച്ച് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും അതിൻ്റെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വരുന്ന അടുത്ത ഏതെങ്കിലും വ്ളോഗിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് പോത്തീസിൽ എനിക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നി ഡയറിയുടെ റേറ്റ്. ഈ കാണുന്ന ഡയറി ഭയങ്കര ഭംഗിയായിട്ട് ഫുൾ ഗ്ലിറ്റേഴ്സാണ്. ഈ വീഡിയോയിൽ ആ ഗ്ലിറ്റേഴ്സ് എടുത്ത് കാണുന്നില്ല, ആ ലൈറ്റിൻ്റെ പ്രശ്നം കൂടെ ഉള്ളതുകൊണ്ടാണ്. ബട്ട് അത് നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. അതിൽ ഫുൾ ഗ്ലിറ്ററാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു പോവും. ആ ടൈപ്പ് ഡയറിയാണ്. ഇത് ഞാൻ എടുത്ത് കാണിച്ചിരുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്ലിറ്റർ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. ഫുള്ള് ഹേർട്ട് കുഞ്ഞു കുഞ്ഞു ഹേർട്ട് ഷേപ്പിലെ ഗ്ലിറ്റേഴ്സ്. നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഡയറിയൊക്കെ എഴുതുന്ന കുഞ്ഞുമക്കൾ എന്തായാലും ആ ഒരു ഭാഗം വിസിറ്റ് ചെയ്യുക. പിന്നെ നോട്ട് ബുക്സിനൊക്കെ ഒരു ഒട്ടുമിക്ക അഫോർഡബിൾ റേഞ്ചിൽ നോട്ട് ബുക്സും കിടപ്പുണ്ട്. പിന്നെ എക്സ്ട്രാ പൗച്ചിൻ്റെയും ബോക്സിൻ്റെയും ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് പോത്തീസിലുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ പല ക്വാളിറ്റിയിൽ. മിനിമം തുടങ്ങുന്നതിന് പോലും നല്ല ക്വാളിറ്റി, മിനിമം റേറ്റിൽ തുടങ്ങുന്നതിന് പോലും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതൊക്കെ കുറച്ചും കൂടെ നല്ല റേറ്റിലുള്ളതാണ്. ഇതിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. 300 എബോ സംതിങ്, 350 സംതിങ് റേഞ്ചാണ്. ഇതൊക്കെ നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ ഇനിയും ഒരുപാട് ബോക്സിൻ്റെ കളക്ഷൻസ് ഞാൻ അകത്തോട്ടുള്ള വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വെറൈറ്റി ഓഫ് ബോക്സുകൾ തന്നെയായിരുന്നു. കാണുമ്പോൾ കുട്ടികൾ എടുത്തു പോകും. പിന്നെ ബ്രൗൺ പേപ്പറൊക്കെ 30 റുപ്പീസിനകത്ത്. ബ്രൗൺ പേപ്പർ ഒട്ടുമിക്ക എല്ലായിടവും റേറ്റ് കുറവ് തന്നെയായിരിക്കും. പിന്നെ ഇപ്പോൾ സ്റ്റിക്കർ മോഡൽ ബ്രൗൺ പേപ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, ഒട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ ഇരിക്കുന്ന രീതിയിൽ കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നുന്നു. പക്ഷേ റേറ്റ് കുറച്ചും കൂടെ കൂടുതലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, താഴെയും മുകളിലും ഫസ്റ്റ് ഫ്ലോർ മീൻസ് ഗ്രൗണ്ട് ഫ്ലോർ, 3rd ഫ്ലോർ, 5th ഫ്ലോർ, ഇങ്ങനെ 3 ഫ്ലോറിലായിട്ടാണ് പോത്തീസിൽ ബാക്ക് ടു സ്കൂൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബോക്സിൻ്റെ കളക്ഷൻസാണ് ഈ കാണിക്കുന്നത്. ഭയങ്കര ഭംഗിയുള്ള ബോക്സസാണ് എല്ലാം. ഒരു ബോക്സ് ഒന്നിനോട് സാമ്യമില്ല, എല്ലാം വെറൈറ്റിയാണ്. ഓരോന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോക്സസാണ്. ഈ ബോക്സ്, ഇപ്പം ഞാൻ കാണിക്കുന്ന ബോക്സ്, എനിക്ക് ലഞ്ച് ബോക്സൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്തില്ലേ അതുപോലെ എനിക്ക് തോന്നി. അതിൻ്റെ ആ ഒരു ലോക്കുണ്ടല്ലോ, ലഞ്ച് ബോക്സ് ഓപ്പൺ ക്ലോസ് ചെയ്യുന്ന മോഡലിലെ ഒരു ബോക്സ്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി വളരെ നല്ലതായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ബോക്സായിരുന്നു. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ആയിരുന്നു. അതുപോലെ എല്ലാം വെറൈറ്റി ഓഫ് ബോക്സാണ്. എല്ലാം പല 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 ടൈപ്പിലെ ബോക്സ് വരുന്നുണ്ട്. ഇത് സ്ക്വീസിങ് ബോക്സ്, നിങ്ങൾക്കറിയാം, അകത്ത് വെള്ളമൊക്കെ വന്നിട്ട് നമുക്കിങ്ങനെ കളിക്കാൻ പറ്റുന്ന ടൈപ്പ്. ഇതൊക്കെ ഇപ്പോൾ സ്കൂളിൽ അലൗഡ് ആണോ എന്ന് എനിക്കറിയത്തില്ല. തീരെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാം. ചില സ്കൂളുകളിൽ ഇങ്ങനത്തെ ബോക്സുകൾ അലൗഡ് അല്ല. മോളുടെ സ്കൂളിലും ഇതുപോലെ കളിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ബോക്സൊന്നും അലൗഡ് അല്ല കേട്ടോ. പിന്നെ ഉള്ളത് ഈ യൂണിക്കോണിൻ്റെ ഫുൾ, കാരണം എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കാതിരിക്കുക, അത്രയ്ക്ക് ഭംഗിയുണ്ട്. ഇതിൻ്റെയൊക്കെ റേറ്റ് ഏകദേശം ഇത് സെയിം തന്നെയാണ്, 230 റേഞ്ചിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതുപോലെയുള്ള സെറ്റ് ഉണ്ട് 115 റേഞ്ചിൽ പെൻസിലും റേസറൊക്കെ കിട്ടുന്ന സെറ്റ് ഉണ്ട്. അതൊക്കെ സാധാരണ കിട്ടുന്ന ക്വാളിറ്റിയിലല്ല, കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയിലുള്ളത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ സ്റ്റേഷനറി സെറ്റ് ഇതിനും 345 സംതിങ് റേഞ്ചാണ്. ഇതിൻ്റെ ക്വാളിറ്റിയും ഈ ഒരു ബോക്സിന് തന്നെ നമ്മളവിടെ കൊടുക്കണം 200 സംതിങ് റേറ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ പെൻസിൽ, റേസർ, പിന്നെ സ്കെയിൽ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കിട്ടുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു പൗച്ച് സെക്ഷൻ, ഇതിൻ്റെ റേറ്റ് ഞാൻ കണ്ടില്ല കേട്ടോ. ഇതുപോലത്തെ ഒരുപാട് പൗച്ച് ഇരിപ്പുണ്ട്. ഇതൊക്കെ കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയതാണ് എനിക്ക് തോന്നുന്നു. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ഫാൻ കണ്ടത്. ജസ്റ്റ് 230 റുപ്പീസേ ഉള്ളൂ കേട്ടോ. പോർട്ടബിൾ ഫാനാണ് ഇത്. അവിടെ ഇപ്പോൾ വന്ന സ്റ്റോക്കാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള ഫാൻ. അതുപോലെ USB കണക്ട് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാൻ്റെ ഒരുപാട് കളക്ഷൻ. അത് മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് ഇനിയും അവിടെ പെട്ടി പൊട്ടിക്കാൻ വച്ചേക്കുന്നതേ ഉള്ളൂ. ഇഷ്ടം പോലെ പെട്ടികൾ അവിടെ എടുത്ത് അവർ വച്ചിട്ടുണ്ട്. ഇതൊക്കെ പൊട്ടിച്ച് അവർ സെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. തീരുന്നതനുസരിച്ച് വന്നുകൊണ്ടേയിരിക്കും കളക്ഷൻസ്. റേറ്റ് ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് രാമചന്ദ്രയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അട്ടക്കുളങ്ങര രാമചന്ദ്രയിലൊക്കെ ഉള്ള റേറ്റിനേക്കാളും റേറ്റ് കൂടുതലാണ്. ആ റേറ്റ് കൂടുതലാണെങ്കിലും അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും
ഇവിടെ പോത്തീസിലുണ്ട്. ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള റേറ്റ് ഉണ്ട്. പിന്നെ കുഞ്ഞു കുട്ടികളാണ്. പിന്നെ ഇതൊക്കെ കുറച്ച് റേറ്റ് കുറവ് 125 റേഞ്ചിലാണ് നടക്കുന്നത്. ഇത് രാമചന്ദ്രയിലും സെയിം റേഞ്ച് തന്നെയായിരുന്നു. ഇതുപോലത്തെ ഈ ഒരു സെയിം ലൈറ്റ് കത്തുന്ന ബോക്സ് ഞങ്ങൾ അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേഞ്ച് 125 ആയിരുന്നു. ഇത് മോൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതൊന്നും സ്കൂളിൽ അലോഡല്ല. വേണമെങ്കിൽ അലോഡായിട്ടുള്ള സ്കൂളുകളിൽ കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പിന്നെ ബോക്സിൻ്റെ കളക്ഷൻസൊക്കെ ഉള്ള കുട്ടികൾ കാണും. ബോക്സ്, പൗച്ച് ഇതിൻ്റെയൊക്കെ കളക്ഷൻസ് ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരണം എന്ത് ഭംഗിയുള്ള ഐറ്റംസാണ് എല്ലായിടവും ഉള്ളതെന്ന് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരണം. എന്തെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയി സെലക്ട് ചെയ്യാം. അപ്പോൾ അട്ടക്കുളങ്ങര രാമചന്ദ്രയുടെ വീഡിയോ ഓൾറെഡി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വീഡിയോസ് കാണണമെങ്കിൽ അത് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അതിൽ കയറി കാണാം. അതുപോലെ തന്നെ ഇവിടുത്തെ ഇപ്പോൾ കാണിക്കുന്നത് ട്രിവാൻഡ്രം പോത്തീസിലുള്ള ബാക്ക് ടു സ്കൂൾ കളക്ഷൻസ് ആണ്. രാമചന്ദ്രയുടെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പോയി അതും കൂടെ കാണുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളൊക്കെ എന്താ വാങ്ങിച്ചത്, എന്തൊക്കെ സാധനങ്ങൾ എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഇനി എവിടത്തെ ഷോപ്പിംഗ് വ്ളോഗ് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ബാക്ക് ടു സ്കൂൾ വ്ളോഗ് കാണാൻ ആഗ്രഹമുണ്ട്, ഏത് കടയിലെ കാണണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്താൽ അവിടെ മാക്സിമം ഞാൻ പോയി വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ വെറൈറ്റി ഓഫ് ബോക്സ് ആൻഡ് പൗച്ചസിൻ്റെ കളക്ഷനാണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടത്. ഇതിപ്പോൾ ക്ലേ ആണ്. ക്ലേ ഒട്ടുമിക്ക എല്ലായിടവും സെയിം റേഞ്ച്, ഇത് 90 സംതിങ് റേഞ്ചിലാണ്. ഈ റേഞ്ചിൽ തന്നെയാണ് ഒട്ടുമിക്ക എല്ലായിടവും കൊടുക്കുന്നത്. ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഡബിൾ ഷെയ്ഡുള്ള സ്ലൈം ഉണ്ടെന്ന്, അത് ഈ ഒരു സെക്ഷനിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ആ സ്ലൈം ഉള്ളത്. വൈറ്റ് ആൻഡ് ഓറഞ്ച്, വൈറ്റ് ആൻഡ് ഗ്രീൻ, അങ്ങനെ 2 ഷെയ്ഡിലായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് ജസ്റ്റ് പോയപ്പോൾ എടുത്തതേ ഉള്ളൂ. ഒരുപാട് സോഫ്റ്റ് ടോയ്സിൻ്റെ കളക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇച്ചിരി സോഫ്റ്റ് ടോയ്സിൻ്റെ റേഞ്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല റേറ്റാണ്, ക്വാളിറ്റി അനുസരിച്ച് റേറ്റാണ് സോഫ്റ്റ് ടോയ്സിന്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ വെറൈറ്റി ഓഫ് കിഡ്സിൻ്റെ ഗ്ലാസ്സസ് ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള ഗ്ലാസ്സസ്. അപ്പോൾ ഗ്ലാസ്സസ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് വെറൈറ്റി ഓഫ് ഗ്ലാസ്സസ് നിങ്ങൾ ടൂറ് പോകുമ്പോൾ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ കിഡ്സിൻ്റെ ടൈപ്പിലുള്ള ഗ്ലാസ്സസ്സാണ് ഈ കൊടുത്തിരിക്കുന്ന. സൺ ഗ്ലാസ്സസും ഉണ്ട്, നോർമൽ പ്ലെയിൻ ഗ്ലാസ്സസും ഉണ്ട്. അപ്പോൾ മോളിതാ ഒരെണ്ണം എടുത്ത് വച്ച് ഷോ ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. ഈ നോക്കുന്ന ടൈമിൽ അവിടെ ഒരു കളിപ്പാട്ടം കണ്ടിട്ടുണ്ടായിരുന്നേ. അതെന്താണെന്ന് ബോയ്സിൻ്റെ അവെഞ്ചേഴ്സിൻ്റെ എന്തിൻ്റെ ഒരു കൈ കാണുന്ന രീതിയിലുള്ള ഒരു കളിപ്പാട്ടം കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് ഓടിയതാണ്. പിന്നെ ബാഗ്സിൻ്റെ കളക്ഷൻ, ബാഗ്സ് ജെനിയുടെ ആയിരുന്നാലും അങ്ങനെ സ്കൂബിയുടെ ആയിരുന്നാലും നോർമലായിട്ടുള്ള ബാഗ്സ് ആയിരുന്നാലും ഒരുപാട് ബാഗ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ബാഗ്സിൻ്റെ കളക്ഷൻസ് ഞാൻ പറയണ്ടല്ലോ, എല്ലായിടവും ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഞാൻ എടുത്ത ബാഗിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് എത്ര നല്ല ക്വാളിറ്റിയിലുള്ള ബാഗാണെന്നും പറഞ്ഞ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ മോൾക്കെടുത്ത ബാഗിൻ്റെ വീഡിയോ കാണണമെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ഐ ബട്ടണും ഞാൻ മുകളിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ വീഡിയോയും പോയി കാണുക. ബാഗ് എങ്ങനെ സെലക്ട് ചെയ്യണം, എങ്ങനെ ക്വാളിറ്റിയിലുള്ള ബാഗ് നമുക്ക് നോക്കാം, എങ്ങനെയായിരിക്കും നല്ലൊരു ക്വാളിറ്റിയിലുള്ള ബാഗ് കിട്ടുക എന്നൊക്കെ ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പക്ഷേ റേറ്റ് ഇച്ചിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നി. കാരണം മറ്റിടത്തൊക്കെ പോയി നോക്കിയപ്പോൾ ഉള്ള ബാഗിനേക്കാളും റേറ്റ് കൂടുതലാണ്. ക്ലീറ്റയുടെ ബാഗാണ് മോക്കെടുത്തതെന്ന് ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സെയിം ബാഗിൻ്റെ റേഞ്ച് ഇവിടെ വരുന്നത് ഏകദേശം 1400 300. ഇതാണ് ക്ലീറ്റയുടെ ബാഗ്. ഏകദേശം ആ റേഞ്ചിൽ പോയിട്ടുണ്ട് ബാഗിൻ്റെ റേറ്റ്. ബാഗ് പല റേറ്റിന് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയെടുക്കുക ഏത് ടൈപ്പ് ബാഗാണ് ഞങ്ങൾക്ക് വേണ്ടത്. ബോയ്സിനും ഗേൾസിനും ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബാഗ്സ് കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മോള് പിന്നെ നേരെ ബാഗ് ഓൾറെഡി ഞങ്ങൾ എടുത്തത് കൊണ്ട് നേരെ ചാടിയത് കീ ചെയിൻ സെക്ഷനിലേക്കാണ്. ആ സമയത്താണ് ഇതുപോലത്തെ ഒരു ഡോളിൻ്റെ കീ ചെയിൻ ഞാൻ കാണുന്നത്. ഈ ഡോള് ഇരിക്കാനും നിൽക്കാനും നടക്കാനും കൈ മടക്കാനും കാല് മടക്കാനും ഒക്കെ പറ്റുന്ന ടൈപ്പ് ഡോളാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 200 ആണ്. ഒരു ചെറിയൊരു ഡോള് ഞാൻ നോക്കിയിട്ടുണ്ട്, എന്നാൽ 90 റുപ്പീസിന് ചെറിയൊരു ഡോള് കണ്ടിട്ടുണ്ട്. ഇതാണ് ആ ചെറിയ ഡോള്. പക്ഷേ മോളത് എടുത്തിട്ടില്ല. പക്ഷേ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. അതിന് ഇരിക്കാനും നമുക്ക് കൈ പൊക്കി വയ്ക്കാനും കാല് താത്തി വയ്ക്കാനും നടക്കുന്നതായിട്ട് പൊസിഷനിൽ വയ്ക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഒരു ഡോളാണ് കേട്ടോ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്തോ അവൾക്ക് ഓൾറെഡി ഒരുപാട് ഡോളിൻ്റെ കീ ചെയിൻ ഉണ്ട്, കളക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരുപാട് അങ്ങ് എടുക്കണമെന്നൊരു ആഗ്രഹമൊന്നും തോന്നിയില്ല. ഒരു ചെറിയ കീ ചെയിൻ, ഒരു ജ്യൂസ് കുടിക്കുന്ന ഗ്ലാസിൻ്റെ കീ ചെയിനാണ് മോള് സെലക്ട് ചെയ്തത്. ഇതാ കണ്ടോ, ഇഷ്ടം പോലെ ഡോളിൻ്റെ കീ ചെയിൻ ഉണ്ട്. പിന്നെ നോർമലായിട്ടുള്ള സാധാ കീ ചെയിൻസും ഒരുപാട് ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ.
പിന്നെ കീ ചെയിൻസിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ളതും റേറ്റ് കുറഞ്ഞതും അങ്ങനെ പല ടൈപ്പ് കീ ചെയിൻസ് കിടപ്പുണ്ട്. അപ്പോൾ കീ ചെയിൻസും ബാഗ് സെലക്ട് ചെയ്യുമ്പോൾ ഓൾറെഡി കീ ചെയിൻ സെലക്ട് ചെയ്യുമല്ലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക. പിന്നെ ഗേൾസിൻ്റെ കുറച്ച് ഹെയർ ബാൻഡ്സ് ആക്സസറീസ് ഒക്കെയാണ് പിന്നെ നോക്കിയത്. അതിൻ്റെയൊക്കെ ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതൊക്കെ ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ, 2 ബ്രേസ്ലെറ്റ് ഒരുമിച്ച് വരുന്ന മോഡലാണ്. ഇതൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. കുഞ്ഞുങ്ങളത് ഇട്ടോണ്ട് നടക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതായത് കണ്ടു, ഇതും ബ്രേസ്ലെറ്റ്, 2 ബ്രേസ്ലെറ്റ് ഒരുമിച്ച് കയ്യിലിടുന്ന മോഡലാണ്. അതൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ക്ലിപ്പുകളുടെ കളക്ഷൻ എല്ലാം എല്ലാം 40-60 ആ റേഞ്ചിനാണ് കിടന്നത്. അപ്പോൾ ഇത് കയ്യിലിടുന്ന ബാൻഡാണ് കേട്ടോ, വള മോഡൽ ടൈപ്പാണ്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഹെയർ ബാൻഡും കയ്യിലിടുന്ന റിങ്സും ഒരുമിച്ച് വരുന്ന സെറ്റാണ്. ഇതൊക്കെ ഇച്ചിരി റേറ്റ് ഉണ്ട്. അപ്പം നല്ല ക്വാളിറ്റിയിലുള്ള സാധനമാണ്. എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കാം, അതായിരിക്കും ഇത്രയും റേറ്റ്. പക്ഷേ നല്ല ക്വാളിറ്റിയാണ്. സാധാ ഡിസ്കോ ബാർ പോലെയുള്ള ബാറൊന്നും അല്ല. അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. തലയിൽ വെക്കുന്ന ഹെയർ ആണ് കേട്ടോ. നമുക്ക് ഇതുപോലത്തെ ഹെയർ മോൾക്ക് ഓൾറെഡി ഒരുപാടെണ്ണം ഉണ്ട്, പല കളറിലുള്ളതുണ്ട്. ഇത് കണ്ടപ്പോൾ ഇത് 40 റേഞ്ചേ ഉള്ളൂ. ഇത് നമുക്ക് ഇടയ്ക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് സ്കെയിൽ ടൈപ്പ് ബാൻഡ് ഉണ്ടല്ലോ, നമ്മൾ അടിക്കുമ്പോൾ ഇങ്ങനെ കയ്യിലിങ്ങനെ സ്കെയിൽ പോലെ വന്നിട്ട് നമ്മൾ അടിക്കുമ്പോൾ വളഞ്ഞ് വരുന്ന ടൈപ്പ് ആ ബാൻഡാണ് കാണുന്നത്. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് ആക്സസറീസ് ഞങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് കുറേ അങ്ങ് നോക്കി. പിന്നെ എടുത്ത വേറൊരു കാര്യമാണ് ഈ റിങ്സ് കേട്ടോ. 15 റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ്. 15 രൂപയ്ക്ക് ഭയങ്കര നല്ല റിങ്സ് ആണെന്ന് എനിക്ക് തോന്നി. മോളും സെലക്ട് ചെയ്തിട്ടുണ്ട് 2 റിങ്സ്. ഇത് ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾ ആക്സസറീസ് എടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഈ കളക്ഷൻ ഒന്ന് നോക്കുക. കുഞ്ഞു കുട്ടികൾക്ക് നല്ലതായിരിക്കും. എന്തായാലും ഇച്ചിരി വലിപ്പത്തിലൊക്കെ ഉള്ളതായതുകൊണ്ട് എന്തായാലും വായിൽ പോവോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ചെയ്യുമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള റിങ്സ്. ഇതുപോലത്തെ റിങ്സ് വെളിയിൽ കിട്ടുമെങ്കിലും കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ്. പക്ഷേ ഇവിടെ എനിക്ക് നല്ല ക്വാളിറ്റിയിലുള്ള സാധനം റേറ്റ് കുറവാണെന്ന് എനിക്ക് തോന്നി. ചില ഐറ്റംസ് അങ്ങനെയാണല്ലോ, നമ്മൾ ഒരിടത്ത് കിട്ടുന്നതായിരിക്കത്തില്ല മറ്റൊരിടത്ത് കിട്ടുന്നത്. ജസ്റ്റ് 15 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ പോപ്പപ്പ് ഇതിന് എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. പോപ്പപ്പ് ബാഗോ അങ്ങനെ എന്തോ ആണ്. അതുപോലത്തെ പൗച്ചുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഇച്ചിരി റേറ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന 5th ഫ്ലോറിലാണ്. അപ്പോൾ അവിടെയും ഇതുപോലെ ഒരുപാട് പൗച്ചിൻ്റെ കളക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷൻസാണ് എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് 5th സെക്ഷനിലാണ് ബാഗ്സിൻ്റെയും ആക്സസറീസിൻ്റെ ഒക്കെ കളക്ഷൻസ് പോത്തീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെൻസിൽ പൗച്ചുകളും നമുക്ക് കാണാം. പിന്നെ ഈ കാണുന്നത് വാട്ടർ ബോട്ടിൽസ് ആണ്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്, നമ്മൾ കയറുന്ന എൻട്രൻസിൽ തന്നെയാണ് വച്ചേക്കുന്നത്. ഇതൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ക്വാളിറ്റി ഉണ്ട്, അതനുസരിച്ച് റേറ്റും ഉണ്ട്. പക്ഷേ ഇതിനേക്കാളും റേറ്റ് കുറഞ്ഞത് നമ്മൾ രാമചന്ദ്രയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഞാൻ സ്മാർട്ട് ബസാറിൽ പോയ വീഡിയോയും ഉടനെ ഇടുന്നുണ്ട് കേട്ടോ. സ്മാർട്ട് ബസാറിലെ ഷോപ്പിംഗ് വ്ളോഗ് ഇടുന്നുണ്ട്. അതിനകത്തും ഞാൻ കുറച്ചധികം ബോട്ടിൽസ് കാണിക്കുന്നുണ്ട്. അതൊക്കെ അഫോർഡബിൾ റേറ്റ് ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ പല കടകളിലായിട്ടാണ് നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നത്. എല്ലാം ഒരൊറ്റ കടയിലായിട്ട് നമുക്ക് കിട്ടത്തില്ലല്ലോ. അപ്പോൾ റേറ്റ് നമ്മൾ ഒരു കടയിൽ നിന്ന് എല്ലാ സാധനവും വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്തായാലും അവിടെ ഉള്ള റേറ്റ് നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ നോക്കി വെക്കുമ്പോൾ അവിടെ പോകാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയൊക്കെ പോയി വാങ്ങിക്കാൻ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ടൈപ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് ലാഭത്തിന് സാധനം കിട്ടുന്നത്, ക്വാളിറ്റി ഉള്ള സാധനം കിട്ടുന്നത്, അവിടെ നിന്ന് എടുക്കാം. പിന്നെ ഇതൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽസാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെയാണ്. ഇതൊക്കെ 230 റേഞ്ചിലെ ബോട്ടിൽസാണ്. ഒരുപാട് കളക്ഷൻസ് ബോട്ടിലിനെ ഞാൻ അവിടെ കണ്ടില്ല. ഇത് കൂടാതെ വേറെ എവിടെയെങ്കിലും സെക്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഞാൻ ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ ബോട്ടിൽ സെക്ഷൻ മാത്രമാണ് നോക്കി. അവിടെ പല ടൈപ്പ് ബോട്ടിൽസിൻ്റെ കളക്ഷൻസ് ഒരുമിച്ച് അവർ വച്ചേക്കായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അകത്ത് വേറെ കളക്ഷൻ കാണുമായിരിക്കും ബോട്ടിൽസിൻ്റെ തന്നെ. അപ്പം അവിടെ പോകുമ്പോൾ നിങ്ങൾ ചോദിക്കുക ബോട്ടിൽസിൻ്റെ വേറെ കളക്ഷൻ എവിടെയാണ് ഉള്ള ബോട്ടിൽസ് എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള ബോട്ടിൽസ് തന്നെയാണ്. പിന്നെ സ്റ്റീലിൻ്റെ ബോട്ടിൽസ് വരുന്നു. അതൊക്കെ 190 റേഞ്ചാണ്. എല്ലായിടവും സ്റ്റീലിൻ്റെ ബോട്ടിലിന് ഏകദേശം ഒരേ റേഞ്ചിൽ തന്നെയാണ് കിടക്കുന്നത്. ഈ ഒരു റേഞ്ച് തന്നെയാണ് 130ക്കും ഒക്കെ 160ക്ക്, രാമചന്ദ്രയിലൊക്കെ 160ക്കാണ് കിടന്നത്. അപ്പോൾ ഏകദേശം ആ ഒരു റേഞ്ച് തന്നെയാണ് സ്റ്റീലിൻ്റെ ബോട്ടിൽസ് വരുന്നത്.
പിന്നെ ഇതുപോലെയുള്ള സ്പോർട്സ് ബോട്ടിൽസൊക്കെ 330 റേഞ്ചിലാണ് കിടക്കുന്നത്. ബോട്ടിൽസ് മാത്രമല്ല ലഞ്ച് ബോക്സും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ബോട്ടിൽസിൻ്റെയും ലഞ്ച് ബോക്സിൻ്റെയും കുറച്ചും കൂടെ ക്വാളിറ്റിയിലുള്ള നല്ലൊരു അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു വീഡിയോ ഞാൻ സ്മാർട്ട് ബസാറിലെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് ഒരു 2 ദിവസം കഴിഞ്ഞ് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് എഡിറ്റിങ്ങിലാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും കാണുക. കണ്ടിട്ട് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോത്തീസിൽ പോവുക. ഗ്രൗണ്ട് ഫ്ലോർ, 3rd ഫ്ലോർ, പിന്നെ 5th ഫ്ലോറിലായിട്ട് പോയി ഒന്ന് നോക്കുക. ഇഷ്ടപ്പെട്ടതൊക്കെ എടുക്കുക. അപ്പോൾ ബോട്ടിൽസിൻ്റെ കളക്ഷൻസ് ഇത്രയുമാണ്. സ്റ്റീലിൻ്റെ തന്നെ 310 റുപ്പീസിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ബോട്ടിൽസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി, വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. രാമചന്ദ്രനിലും ഇതേപോലത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പെപ്സ്കോ പോലെയുള്ള നല്ല കമ്പനിയുടെയും സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ 840 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ എടുക്കുക. പിന്നെ ഉള്ളത് ലഞ്ച് ബോക്സ് ആണ്. ലഞ്ച് ബോക്സുകൾ സാധാ പ്ലാസ്റ്റിക് ആയിട്ടുള്ളതും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഉണ്ട്. ഞാൻ മോക്ക് ഓൾറെഡി ലഞ്ച് ബോക്സ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലഞ്ച് ബോക്സ് ഓൾറെഡി ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ ലഞ്ച് ബോക്സ് സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് ആണ്. അത് ഓൾറെഡി ഉണ്ടായിരുന്നു. അത് ഈ ഒരു JV എന്ന് പറയുന്ന JJVO അങ്ങനെ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ തന്നെയാണത്. ഒന്നും ചെയ്യത്തില്ല, നല്ല ക്വാളിറ്റിയിലുള്ള ലഞ്ച് ബോക്സ് ആണ്. അപ്പോൾ അതാണ് ഇപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ച് അപ്പോൾ വാങ്ങിക്കുന്നില്ല. വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പല ടൈപ്പ് ലഞ്ച് ബോക്സ്, അതായത് ഇതുപോലെ അടയ്ക്കാൻ പറ്റുന്ന, ക്ലോസ് ചെയ്യാൻ അടയ്ക്കാനും പറ്റുന്നതും സ്റ്റീലിൻ്റെതൊക്കെ ഉണ്ട്. സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് എല്ലായിടവും ഒരേ റേറ്റ് തന്നെയാണ് കിടക്കുന്നത്. 380 ആണ് ഇവിടെ കിടക്കുന്നത്. അവിടെയും ഏകദേശം ഈ 360 സംതിങ് റേഞ്ചിലാണ് രാമചന്ദ്രയിൽ ഞാൻ കണ്ടത്. പിന്നെ ഇതുപോലെയുള്ള ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ. കുറച്ചും കൂടെ നല്ലത് ഇതൊക്കെ ഏകദേശം 785 റേഞ്ചിൽ വരുന്നതാണ്. പിന്നെ ഫുൾ പ്ലാസ്റ്റിക് വരുന്ന ഇതുപോലെയുള്ള ലിഡുള്ളത്, പ്ലാസ്റ്റിക്കിൻ്റെ അല്ലാതെ ഫുൾ സ്റ്റീൽ വരുന്നതും ഉണ്ട് കേട്ടോ. സ്റ്റീലിൻ്റെ അതും പെപ്സ്കോയോ അങ്ങനെ എന്തോ പറയുന്നൊരു കമ്പനിയാണ്. നല്ലൊരു കമ്പനിയുടെ ബ്രാൻഡിൻ്റെ ഐറ്റമാണ്. അപ്പോൾ അതൊക്കെ ഒരുവിധം നല്ലതാണ്. പിന്നെ ഇതുപോലെയുള്ള ലഞ്ച് ബോക്സ് പ്രിഫർ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഞാൻ എന്തായാലും പ്ലാസ്റ്റിക് പ്രിഫർ ചെയ്യും. നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടല്ലോ, ഈ അകത്ത് ഈ പുഴുക്കളൊക്കെ ഇറങ്ങി അത് വേസ്റ്റ് നമുക്ക് ഇതിനകം തുറന്ന് കഴുകാൻ പറ്റത്തില്ല. പക്ഷേ ഇതുപോലത്തെ ലഞ്ച് ബോക്സിൽ ചില ലഞ്ച് ബോക്സുകൾ നമുക്ക് അകവും തുറന്നെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക് ലിഡാണെങ്കിൽ പോലും നമുക്ക് അകത്തിരിക്കുന്ന ആ സ്റ്റീലിൻ്റെ പാത്രം പുറത്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ലഞ്ച് ബോക്സ് ഉണ്ട്. അതൊക്കെ കുറച്ചും കൂടെ നല്ലതാണ്. അതനുസരിച്ച് അതിന് റേറ്റും കാണും. അപ്പോൾ ഇതുപോലത്തെ ഇതുപോലത്തെ ഒക്കെ നമുക്ക് ചിലതൊക്കെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. ആ സ്റ്റീൽ ബോക്സില്ലേ, സ്റ്റീൽ പാത്രം നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. എടുത്ത് ചോറ് വെച്ച് തിരിച്ച് അതിനകത്തേക്ക് വെക്കാനുള്ള ഓപ്ഷനുണ്ട്. ക്വാളിറ്റി പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ്, ഗ്രേഡഡ് ആയിട്ടുള്ള ക്വാളിറ്റി തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ ഇഷ്ടപ്പെട്ടു? ഇതാണ് പെക്സ്പോ എന്ന് പറയുന്ന കമ്പനി. ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല ബ്രാൻഡാണ്. അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇതിൻ്റെ ഓരോരോ ഐറ്റംസിനും നല്ല റേറ്റ് ഉണ്ട്. സ്റ്റീലിൻ്റെ ക്വാളിറ്റിയൊക്കെ തന്നെ നല്ലതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.